കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ആ ബയോ ഫെർട്ടിലൈസേഴ്സും അതുപോലെ ബയോ പെസ്റ്റിസൈഡ്സിനെയൊക്കെ പറ്റി പഠിച്ചു. അതായത് ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളെ പറ്റി പഠിച്ചു. അതുപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നമ്മൾ എന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിനെയൊക്കെ പറ്റി പഠിച്ചു. ഏതൊക്കെയെന്ന് കോട്ടൺ, ജൂട്ട്, അതുപോലെ കൊയർ തുടങ്ങിയ കുറച്ച് ക്രോപ്സിനെയൊക്കെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഓർ സംയോജിത കൃഷി. എന്താണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി? ആ വേർഡ്സ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി, ആ വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. എന്താണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കൃഷി ഫാമിംഗ്? അപ്പോൾ നോക്കാം, സംയോജിത കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ എന്താണ് യോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതായത് പലതരം കൾട്ടിവേഷൻസ്, അതായത് കൃഷി രീതികൾ അല്ലെങ്കിൽ ആ റിയറിങ് അവിടെ ഒരുമിച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പം കന്നുകാലി വളർത്തുന്നു, അതിനോടൊപ്പം എന്താണ് അവിടെ നമ്മൾ പാടത്ത് കൃഷി ചെയ്യുന്നു. ആ കൃഷി ചെയ്യുന്നതിനോടൊപ്പം അവിടെ കന്നുകാലി വളർത്തുന്നു. അവിടെ ചിലപ്പോൾ ചിലപ്പോൾ ഒരു മത്സ്യക്കുളമായിരിക്കും, മത്സ്യത്തിനെ വളർത്തുന്നു. ചിലപ്പോൾ കുറച്ച് കോഴികളെ ഫാമിൽ വളർത്തുന്നു. ഇങ്ങനെ ഒരുപാട് നമ്മൾ കുറേ കൾട്ടിവേഷൻസ് ചെയ്യുന്നു. ഇതിനെയാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത്. അതായത് ഒന്നിലധികം കൃഷികൾ നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട്, അതായത് ഒന്നിൻ്റെ ഇപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് അടുത്തതിന് വളമായിട്ടോ അങ്ങനെ എല്ലാം തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൃഷി രീതി. അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി. പല കൃഷികൾ ഒരുമിച്ച് ചെയ്യുന്നു. അതാണ് ഇവിടെ ഇൻ്റഗ്രേറ്റഡ്, സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒരു കൃഷിയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് വളമോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രോഡക്റ്റ് അടുത്ത കൃഷിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ നിന്ന് കിട്ടുന്നത് വേറൊന്നില്ല. അങ്ങനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ കൃഷി നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി എന്ന് പറയുന്നത്. എല്ലാവരും നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുക, പേജ് നമ്പർ 20. ആ 20ൽ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് എന്താണ്? ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ പിക്ചറാണ്. ആദ്യം ടെക്സ്റ്റ് എല്ലാവരും നന്നായിട്ട് എടുത്ത് ഈ പറയുന്നതിനോടൊപ്പം ആ ടെക്സ്റ്റും കൂടെ നിങ്ങൾ നോക്കുക, ആ പിക്ചർ നോക്കുക. ഇവിടെ ഒരു ഹൗസ് കാണിക്കുന്നത്, ഒരു വീടുണ്ട്. അതുപോലെ കുറച്ച് കൃഷിസ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു കാറ്റൽ റിയറിങ്, കന്നുകാലി വളർത്തലുണ്ട്. അതുപോലെ ഇവിടെ ഒരു മത്സ്യക്കുളം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബയോ കമ്പോസ്റ്റിംഗ്, ഒരു ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചക്കറി തോട്ടമുണ്ട്. അതുപോലെ ഇതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇടുന്നൊരു അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു കുഴി അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബിൻ പോലെ ഇത്രയും സ്ട്രക്ചറാണ് ഇവിടെ നമുക്ക് ആ ഫിഗറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്, അതായത് സംയോജിത കൃഷിയുടെ. അപ്പോൾ നോക്കാം, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഹൗ ആർ കാറ്റിൽ റിയറിംഗ് ആൻഡ് പാഡി കൾട്ടിവേഷൻ റിലേറ്റഡ്? ഇവിടെ പാഡി കൾട്ടിവേഷൻ മീൻസ് എന്താണ്? നെൽകൃഷിയും കാറ്റിൽ റിയറിങ്ങും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? അതായത് ഈ നെൽകൃഷി പാടത്ത് അവിടെ കൃഷിയുണ്ട്, അതും കാറ്റിൽ റിയറിങ്ങും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമുക്കറിയാം, ഈ നെല്ലിന് അവിടെ വളം ആവശ്യമാണ്. ആ നെല്ല് നന്നായിട്ട് അതിന് വിളവ് ലഭിക്കണമെങ്കിൽ അതിന് ഫെർട്ടിലൈസർ ആവശ്യമാണ്. അത് എവിടെ നിന്ന് കിട്ടും? ഈ കാറ്റിൽ റിയറിങ്, അതായത് കൗ ഡങ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കാറ്റിൽ ഡങ് അല്ലെങ്കിൽ ചാണകം എന്ന് പറയുന്നത് ഒരു നല്ല ബയോ ഫെർട്ടിലൈസർ, ഒരു ജൈവ വളമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് നല്ല ആ ഒരു കൗഡങ് ഈ പാഡി കൾട്ടിവേഷൻ നമുക്ക് ഫെർട്ടിലൈസറായിട്ട്, ബയോ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തിരിച്ച് ഈ നെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ആ നെൽകൃഷിയിൽ നിന്ന് അതിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ബാക്കി അതിൻ്റെ ഹസ്ക് അവശേഷിക്കുമല്ലോ, അതായത് വൈക്കോൽ എന്ന് പറയുന്നത്. അതെന്താണ് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഇവിടെ ഈ കന്നുകാലിക്ക് അതിൻ്റെ ഫുഡായിട്ട് നമുക്കതിന് കൊടുക്കാൻ പറ്റും. ആ വൈക്കോല് കന്നുകാലിയുടെ ആഹാര, പശുവിൻ്റെ അല്ലെങ്കിൽ കാളയുടെയൊക്കെ ആഹാരമായിട്ട് നമുക്ക് കൊടുക്കാം, അതിൻ്റെ ഫുഡായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഹൗസിൽ നിന്ന്, അതായത് വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്, അതുപോലെ ഈ കൗഡങ്, കന്നുകാലി റിയറിങ്, അവിടെ കന്നുകാലി പരിപാലനം, കാറ്റൽ റിയറിങ്ങിൻ്റെ വേസ്റ്റുകൾ, അതുപോലെ പച്ചക്കറി ഈ
നമ്മൾ ഉപയോഗിച്ച നേരത്തെ പാഡി ഫീൽഡ്, അതായത് ആ വയലിൽ നിന്നുള്ള അവിടെ നിന്നുള്ള ജൈവാവശിഷ്ടങ്ങൾ, അവയെല്ലാം ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഒരു ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ജൈവ അവശിഷ്ടങ്ങളെല്ലാം, വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു ബയോഗ്യാസ് നിർമ്മിക്കാം. ആ ബയോഗ്യാസ് നിർമ്മിക്കുമ്പോഴത്തേക്ക് ആ ഗ്യാസ് നമുക്ക് എന്താണ് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവിടെ എന്താണ് ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. ഈ ഗ്യാസ് ഉപയോഗിച്ച് കഴിഞ്ഞ് അവിടെ ബാക്കി വേസ്റ്റ് വരുന്നതിനാണ് നമ്മൾ സ്ലറി എന്ന് പറയുന്നത്. ആ സ്ലറി എന്താണ് ഈ പച്ചക്കറി തോട്ടത്തിലേക്ക് അവിടെ എന്താണ് ഒരു വളമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ എന്താണ് ഈ നമ്മുടെ മീൻ വളർത്തൽ, അതുപോലെ താറാവ് വളർത്തൽ, അതിനൊക്കെ എന്താണ് ആഹാരമായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇത്രയും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പുറമേ നിന്ന് ഒന്നും വാങ്ങേണ്ടി വരുന്നില്ല. വളങ്ങളോ കീടനാശിനികളോ ഒന്നും നമുക്ക് പുറമേ നിന്ന് വാങ്ങേണ്ടി വരുന്നില്ല. എല്ലാം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവിടെ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്നിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ അടുത്തതിന് വളമായിട്ട് യൂസ് ചെയ്യുന്നു, അതിൽ നിന്ന് അടുത്തതിന് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ അടുത്ത വസ്തു ഉപയോഗിക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അടുത്ത് നോക്കാം, what can be use of the slurry formed after the production of biogas? ഈ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഉണ്ടാകുന്ന സ്ലറി എന്തിനുപയോഗിക്കുന്നു? അവിടെ ആ വേസ്റ്റ് സ്ലറി എന്തിനു യൂസ് ചെയ്യുന്നു? ഈ പച്ചക്കറി തോട്ടത്തിലേക്ക്, അവിടെ വെജിറ്റബിൾ ഗാർഡനിൽ എന്തിനാ അവിടെ ഒരു ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ ഈ ഫിഷിനും ഡക്കിനും, അതായത് മത്സ്യങ്ങൾക്കും താറാവിനും ഒക്കെ എന്താണ് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നു. നമുക്കിനി കൂടുതൽ എക്സാമ്പിളുകൾ നോക്കാം. അതായത് ഈ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിന് എക്സാമ്പിളുകൾ നോക്കാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സംയോജിതമായിട്ട് കൃഷി ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്ലേസിംഗ് ദ ഡക്ക് കൂപ്പ് എബവ് ദ ഫിഷ് പോണ്ട്. എന്താണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് മത്സ്യ കൃഷിയൊക്കെ നടത്തുന്നത്. ആ അല്ലെങ്കിൽ എന്താണ് ഒരു കുളമായിട്ടൊക്കെ നമ്മൾ ജലാശയങ്ങളിലോ അല്ലെങ്കിൽ കുളത്തിലോ ഒക്കെ മത്സ്യ കൃഷി നടത്തുന്നു. അതിന് മുകളിലായിട്ട് എന്താണ് ഡക്ക് കൂപ്പ് മീൻസ് എന്താണ് താറാവിന്റെ കൂട് ഈ മത്സ്യങ്ങളെ വളർത്തുന്ന കുളത്തിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യിക്കുന്നു, അതായത് അവിടെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിന് എക്സാമ്പിളാണ്, സംയോജിത കൃഷിക്ക് എക്സാമ്പിളാണ്. ഈ ഡക്ക് കൂപ്പ്, അതായത് താറാവിന്റെ കൂട് എന്താണ് ഫിഷ് പോണ്ടിന്, അതായത് മത്സ്യങ്ങളെ വളർത്തുന്ന കുളത്തിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള എന്താണ് ആ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ആ ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ഈ എന്താണ് ഡക്കിന്റെ ഡ്രോപ്പിങ്സ്, അതായത് ഇതിന്റെ ഈ കാഷ്ടം എന്താണ് ഈ കുളത്തിനകത്തേക്ക് വീഴുകയും അതെന്താണ് ഇതിനകത്ത് എന്താണ് ഒത്തിരി ജലസസ്യങ്ങൾ, കുളത്തിൽ ഒരുപാട് ജലസസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു ആ ജലസസ്യങ്ങൾക്ക് വളരാനുള്ള ഒരു ഫെർട്ടിലൈസർ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതുപോലെ ആ ജലസസ്യങ്ങൾ വളരുമ്പോഴത്തേക്ക് അതിനകത്തുള്ള എന്താണ് മീനിനൊക്കെ എന്താണ് അത് ആ ജലസസ്യങ്ങൾ അവയുടെ ആഹാരമായിട്ട് മാറുന്നു. അതുപോലെ നമ്മൾ എന്താണ് ഈ ഡക്കിന് കൊടുക്കുന്ന ആഹാരം, അതിന്റെ തീറ്റകൾ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായാലും അത് ഇതിന് താഴേക്ക് വീഴുമല്ലോ, ഈ കുളത്തിലേക്ക് വീഴുമല്ലോ. അപ്പോൾ അതും എന്തിന് കിട്ടുന്നു? ഈ മത്സ്യങ്ങൾക്ക് ആഹാരമായിട്ട് കിട്ടുന്നു. അപ്പോൾ ഈ എന്താണ് ഡക്ക് കൂപ്പ് ഈ ഫിഷ് പോണ്ടിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ അതിൻ്റെ ആ തീറ്റ, അതായത് ഡക്കിന് നമ്മൾ താറാവിന് കൊടുക്കുന്ന തീറ്റയുടെ എന്തായാലും വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ എങ്ങോട്ടേക്ക് വീഴും? ഈ കുളത്തിലേക്ക് വീഴും. അത് ഈ ഫിഷിന് ആഹാരമായിട്ട് കിട്ടുന്നു. അതുപോലെ എന്താണ് ഇതിൻ്റെ ഡ്രോപ്പിങ്സ്, ഈ ഡക്ക് ഡ്രോപ്പിങ്സ് ഒക്കെ എന്താണ് അതിലെ ജലസസ്യങ്ങൾക്കും അതുപോലെ ആൽഗകളും ഒക്കെ വളരുന്നതിന് സഹായിക്കുന്നു. അതെന്താണ് അതും ഈ ഫിഷിന് എന്തായിട്ട് കിട്ടുന്നു? ആഹാരമായിട്ട് മാറുന്നു. അതുപോലെ ഈ ജലാശയങ്ങളിൽ അല്ലെങ്കിൽ ഈ പോണ്ടിൽ ഫിഷ് മാത്രമേ കാണുള്ളൂ, ചെറിയ ചെറിയ പ്രാണികളും മറ്റ് ജലജീവികളും ഒക്കെ കാണും. അവയൊക്കെ എന്താണ് ഈ താറാവിന് അതിന് ആഹാരമായിട്ട് കിട്ടുന്നു. അപ്പോൾ അവർ എന്താണ് ഇതിന് രണ്ടിലും ഈ മത്സ്യങ്ങളും താറാവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചുകൊണ്ടാണ് അവിടെ ജീവിക്കുന്നത്. അതുപോലെ നോക്കാം അഗ്രികൾച്ചർ ആൻഡ് കാറ്റൽ റെയറിംഗ്. നമ്മുടെ പണ്ട് മുതലേ കേരളത്തിൽ പണ്ട് മുതൽ ഒരുപാട് കാലം മുതൽ തന്നെ, അതായത് ഈ കൃഷിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു എന്താണ് നമ്മുടെ കൊച്ചിലെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെയൊക്കെ ചെറുതിൽ അവർക്കറിയാം, അവരോട് ചോദിച്ചാൽ അറിയാം അന്നൊക്കെ എന്താണ് കൃഷിക്ക് അത്രയധികം പ്രാധാന്യമുണ്ടായിരുന്നു. ഏത് വീട്ടിലായാലും കൃഷി ഇല്ലാത്തൊരു വീടില്ലായിരുന്നു. അപ്പോഴേ അവിടെ എന്താണ് ഈ അഗ്രികൾച്ചർ ആൻഡ് കാറ്റൽ റിയറിംഗ് വരുന്നത് എന്താണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആയിട്ട് നമ്മൾ പണ്ട് മുതലേ കൊണ്ടുവന്നത്. അതായത് എവിടെ നെൽകൃഷി ചെയ്യുന്നുണ്ടോ അവിടെ എന്തായിരിക്കും കന്നുകാലികളും കാണും. അപ്പോഴേ നമുക്ക് ഈ കന്നുകാലിക്ക് പുറമേ നിന്ന് വൈക്കോലോ അല്ലെങ്കിൽ അതിന്റെ തീറ്റയോ ഒന്നും വാങ്ങേണ്ടി വരത്തില്ല. എന്താണ് ഈ പാടത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ കൊയ്ത്ത് കഴിഞ്ഞ് കിടന്ന വൈക്കോലും അതുപോലെ ഇതൊക്കെ എന്താണ് നമുക്ക് ഈ കാറ്റിൽസിന് ഫുഡായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ അതിന്റെ വേസ്റ്റ് ഈ കാറ്റിൽസിന്റെ ഡങ്ങും അത് കൗഡങ്ങും ഒക്കെ എന്താണ്
നമുക്ക് ഈ പാഡി ഫീൽഡിന് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാം. നോക്കാം, കൗ ആൻഡ് ബഫലോസ് റിയറിംഗ് അലോങ് വിത്ത് പാഡി കൾട്ടിവേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞതാണ് കൗ, അതായത് എന്താണ് പശു, എരുമ തുടങ്ങിയവ എന്താണ് പാഡി കൾട്ടിവേഷൻ്റെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അവിടെ കൃഷി ചെയ്യുന്നു. ദെൻ ഫോഡർ ഗ്രാസ് റിയറിംഗ് അലോങ് വിത്ത് ദ കോക്കനട്ട് ഫീൽഡ്സ് ആൻഡ് റബ്ബർ പ്ലാന്റേഷൻ എക്സെട്ര. എന്താണ് ഈ ഫോഡർ ഗ്രാസ് എന്ന് പറയുന്നത്? അതായത് തീറ്റപ്പുല്ല്. നമുക്കറിയാം, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ വയലുകൾ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മറ്റു കൃഷികളുടെ കൂടെ തന്നെ തെങ്ങിൻ തോപ്പിലോ അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റേഷൻ ഇടയ്ക്കോ ഒക്കെ എന്താണ് ഈ തീറ്റപ്പുല്ല് ഫോഡർ ഗ്രാസ് വളർത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ആ റബ്ബറിന്റെ ഇടയിൽ തന്നെ ഈ ഫോഡർ ഗ്രാസ് വളർത്തുമ്പോഴത്തേക്ക് എന്താണ് ആ ഗ്രാസ് ആർക്ക് കിട്ടുന്നു? നമ്മുടെ കാറ്റിൽസിന് അതിന് ആഹാരമായിട്ട് അവിടെ കിട്ടുന്നു. പിന്നീട് നോക്കാം, സ്ട്രോ ബ്രാൻ. അതായത് സ്ട്രോ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ വൈക്കോല്, അതുപോലെ ബ്രാൻ മീൻസ് എന്താണ് ഈ നെല്ല് കുത്തിയതിന് ശേഷമൊക്കെ കാണുന്ന തവിടുണ്ടല്ലോ, അതിനെയാണ് ബ്രാൻ എന്ന് പറയുന്നത്. ആ വൈക്കോല്, തവിട് ഇതൊക്കെ എന്താണ് ഈ കാറ്റിൽസിന് ഫുഡായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഈ എന്താണ് ഗോഡ്സ്, ഡക്ക്, ഹെൻ എക്സെട്ര റിയറിംഗ് അലോങ് വിത്ത് ദ കോക്കനട്ട് ഫീൽഡ്. തെങ്ങിൻ തോപ്പുകളിലൊക്കെ എന്താണ് നമ്മൾ അതിനോടൊപ്പം ആട്, കോഴി, അതുപോലെ താറാവ് ഇതിനെയൊക്കെ എന്താണ് കൃഷി ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അതായത് പുറമേ നിന്ന് നമ്മൾ ഒന്നിനേരുന്നത് വളവും രാസകീടനാശിനികളെയൊന്നും പുറമേ ആശ്രയിക്കാതെ എല്ലാം എന്താണ് ഒരു കൃഷിയുടെ അവശിഷ്ടങ്ങൾ മറ്റൊന്നിന് വളമാക്കിക്കൊണ്ട് നമ്മളിവിടെ കൃഷി ചെയ്യുന്നു. അവിടെയാണ് അതാണ് എന്തെന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു സംയോജിത കൃഷിയിലൂടെ നമുക്ക് പലതരം കൾട്ടിവേഷൻസ്, ക്രോപ്സുകൾ അവിടെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ക്രോപ്സ് മാത്രമല്ല, അതുകൊണ്ട് എന്താണ് കാറ്റിൽ റിയറിങ്, അതുപോലെ പൗൾട്രി ഫാംസ്, ഫിഷ് ഫാമിങ്, മത്സ്യകൃഷി തുടങ്ങിയതൊക്കെ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി എന്താണ് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയും ഒക്കെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഈ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ടെക്സ്റ്റ് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചേക്കുന്ന ആ ഫിഗർ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് മനസ്സിലാക്കുക. അവിടെ നമുക്ക് എന്താണ് ഒരു റിയറിങ്ങിൽ അല്ലെങ്കിൽ ഒരു കൾട്ടിവേഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് അടുത്ത നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അവിടെ കൃഷി ചെയ്യുന്നു. അതിൽ നിന്ന് അടുത്ത ഡിപ്പെൻഡ് ചെയ്തു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് ഈ സംയോജിത കൃഷി രീതി എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അത് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ സാറിനോട് പറയുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഇതിനോടൊപ്പം നിങ്ങൾക്ക് നോട്ട്സ് തരും, അതുപോലെ ആക്ടിവിറ്റീസ് തരും. തരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.